അങ്ങനെ ഒരു പതിവിന് വിപരീതം എന്നൊന്നും പറഞ്ഞിട്ടുള്ള അല്ല. വി എസ് തലമുറകളുടെ നേതാവ്. വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഈ വലിയ ചുടുകാടിനെ സംബന്ധിച്ചിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് ഇത് കൈകാര്യം ചെയ്തത്. അന്ന് പാർട്ടിയുടെ മാറി നിന്നപ്പോൾ 64-ന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസിന്റെ പേരിലായിരുന്നു. ഇപ്പൊ രണ്ട് വിഭാഗത്തിലേക്ക് തിരിക്കാം എന്ന രീതിയിൽ ചർച്ച വന്നപ്പോൾ വി എസ് ആണ് പറഞ്ഞത് പുന്നപ്ര വയലാർ എന്നുള്ളത് ഈ പറയുന്നത് അങ്ങനെ ഒരു തിരിച്ചു നിൽക്കണ്ട എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത ആൾ കൂടിയാണ് വി എസ്. അപ്പം ആ വി എസിന്റെ പേരിൽ ഒരു സ്മൃതി കൂടിയും വരുന്നതിന് ആരും അത്തരത്തിലേക്കുള്ള എതിർപ്പുകളൊന്നും പറയില്ല എന്ന് തന്നെയാണ്. പിന്നെ വി എസ് തലമുറകളുടെ നേതാവാ. വി എസ് ഒരു ഊർജ്ജമാണ് എപ്പോഴും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വി എസ് കൂടുതൽ ഉറക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു, ഇപ്പൊ ജെൻസി പ്രക്ഷോഭം, ഇപ്പൊ ജന്തർ മന്ദറിലെ ജെൻസി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് വി എസ് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വി എസ് ആ ജന്തർ മന്ദർ പ്രക്ഷോഭ വേദിയിൽ നമുക്ക് കാണാമായിരുന്നു. അപ്പൊ അതാണ് വി എസ്. ഏത് തലമുറകളുടെ ഒപ്പവും ഏത് പ്രക്ഷോഭത്തോടൊപ്പവും അത് ഏത് ജനകീയ പ്രക്ഷോഭമാണോ എന്ന് മാത്രമേ വി എസ് നോക്കാറുള്ളൂ. അപ്പൊ ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ കൂടെ ജനങ്ങളോടൊപ്പം ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കുവാൻ വി എസ് ഉണ്ടായിരുന്നു. ആ ഒരു കുറവ് പാർട്ടിക്കുണ്ട്. പക്ഷെ അതും ഈ വി എസിന്റെ ഓർമ്മ പുതുക്കല് ആ ഊർജ്ജമായി കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.